ഇന്നത്തെ നമ്മുടെ വ്ളോഗ് കൊട്ടിയൂർ അമ്പലത്തിൽ പോകുന്നതാണ്. ഇതിപ്പോൾ രാവിലെ 3:30 ആണ്. ഒരു 4 o'clock ആകുമ്പോഴേക്കും ഇവിടുന്ന് ഇറങ്ങാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഞാനും അയാനും എഴുന്നേറ്റു, കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ പോയി ഗേറ്റൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചു. അയാൻ റെഡി ആയിട്ടും ടി വി ഒക്കെ കണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും കയറി അവിടെ എത്തുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 6:20 ഒക്കെ ആകുമ്പോൾ നമ്മൾ കൊട്ടിയൂർ എത്തി. നമ്മുടെ വീട്ടിൽ നിന്ന് കൊട്ടിയൂരേക്ക് ഒരു 2.5 hours ഉണ്ട്. അപ്പം നമ്മൾ ഒരു 6:20 ആ ഒരു റേഞ്ചിന് എത്തിയത് കൊണ്ട് വലിയ റഷ് ഉണ്ടായിട്ടില്ല. മഴ ചെറുതായിട്ടുണ്ട്. ഞാൻ അയാന് റെയിൻകോട്ടാണ് ഇട്ട് കൊടുത്തത്. കാരണം ഞാനും അവരും എല്ലാം കുടയെടുത്തിട്ട് നടക്കുമ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അവന് ഓൾറെഡി റെയിൻകോട്ട് എടുത്ത് വെച്ചിരുന്നു. അതുകൊണ്ട് അവന് സുഖമായിട്ട് നടക്കാൻ പറ്റി. നമ്മൾ ഈ അക്കരെ കൊട്ടിയൂരിൻ്റെ ആ മെയിൻ ബോർഡിൻ്റെ അവിടെയല്ല ഇറങ്ങിയത്, കുറച്ച് ഇങ്ങോട്ടുള്ളൊരു പാർക്കിങ്ങിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് നടന്ന് വരികയാണ് ചെയ്തത്. അപ്പോൾ അമ്മയെല്ലാം ഉണ്ടായതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ നടന്നിട്ട് അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുവഴി വന്നത്. അയാൻ എൻ്റെ കൂടെ ഉണ്ടായത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ ഒരു പാലത്തിൻ്റെ മേലെ ഉള്ളപ്പോഴാണ് നമുക്ക് നന്നായിട്ട് മഴ കിട്ടിയത്. അതിനുശേഷം അങ്ങനെ മഴയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ പുഴയിൽ ഇറങ്ങി കുളിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇത്തവണ നല്ല ഒഴുക്കും കാര്യങ്ങളായതുകൊണ്ട് ആരും അങ്ങനെ ഇറങ്ങുന്നില്ല. പിന്നെ ഒരു കയറും കെട്ടിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാരിങ്ങനെ ഇറങ്ങി ജസ്റ്റ് കാല് മാത്രം കഴുകിയിട്ടും അങ്ങനെ ഒന്ന് മുങ്ങി കുളിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ഇതുവഴി പോകുമ്പം തന്നെ അവിടെ ക്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്യൂവിൽ നിന്നിട്ടില്ല, കാരണം അയാനെ കൊണ്ട് കുറേ ടൈം നിൽക്കണ്ടേ. അവനെ കൊണ്ട് അത്രയും ടൈം ക്യൂവിൽ നിൽക്കാൻ പറ്റില്ല. ഇവിടുന്ന് ഇങ്ങനെ നടന്നിട്ട് നമ്മൾ അവിടെ എത്തുമ്പം തന്നെ നമുക്ക് ഭയങ്കര ഒരു രസമുള്ള ഒരു വ്യൂ ആണ്. അവിടെ ഇങ്ങനെ ഈ പുക പോലെയുള്ളതെല്ലാം കോടയാണ്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്നറിയില്ല. അത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ പിന്നെ അവിടെ നിന്ന് തൊഴുതു, വഴിപാട് കൗണ്ടറിൽ പോയിട്ട് അപ്പമൊക്കെ വാങ്ങിച്ചു. തിരിച്ചു വരുന്ന വഴിയിലാണ് നമ്മൾ ആനേനെ കണ്ടത്. അങ്ങോട്ട് 2 ആന ഉണ്ടായിരുന്നു, അങ്ങോട്ട് മാറി നിന്നിട്ട്. അപ്പോൾ നമ്മൾ അയാനെ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുക, കണ്ടു അയാൻ ആനേനെന്നും പറഞ്ഞിട്ട്. കഴിഞ്ഞ വർഷമെല്ലാം നമ്മൾ പോയപ്പം അടുത്തുനിന്ന് തന്നെ കണ്ടിരുന്നു ആനയെ. തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ ഇവിടെയും കയറി ഇങ്ങനെ തൊഴുതു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് അവിലും ഇങ്ങനെ തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ളൊരു പ്രസാദമാണ് കിട്ടിയത്. അപ്പം ഞാനത് അയാന് കൊടുത്തു. അയാൻ അങ്ങോട്ടേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നില്ല. അയാനാണെങ്കിൽ അയാനെ ഇങ്ങനെ നോക്കുമായിരുന്നു വീഡിയോ എടുത്തിട്ട്. അപ്പോൾ അവനാണെങ്കിൽ അതിലുള്ള തേങ്ങ എടുത്ത് കളയുന്നതാണ് ഈ കാണുന്നത്. അവിൽ മാത്രം എടുത്ത് കഴിക്കുക, തേങ്ങ എടുത്ത് പുറത്തേക്ക് കളയുക. നമ്മൾ ഒരു 8 o'clock ഒക്കെ ആകുമ്പോഴേക്കും തിരിച്ചു. അപ്പോഴേക്കുമുള്ള ക്യൂ ആണിത്. നേരത്തെ നമ്മൾ വരുമ്പം ഇത്രയും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ഇക്കരെ കൊട്ടിയൂർ പോയി, അവിടെയും പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു.
സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അവിടുന്ന് ഓടപ്പൂ വാങ്ങിച്ചു, അതാണല്ലോ അവിടുത്തെ മെയിൻ. അപ്പോൾ ഓടപ്പൂ വാങ്ങിച്ചു, പിന്നെ അയാന് കുറച്ച് ടോയ്സും അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചു. നമ്മൾ ഈ വരുന്ന സമയമാകുമ്പോഴേക്കും കുറച്ച് റഷൊക്കെ തുടങ്ങി. എല്ലാവരും ദൂരെ നിന്നുള്ള ആൾക്കാർ വരാനെല്ലാം തുടങ്ങിയല്ലോ, അപ്പോൾ കുറച്ച് റഷ് ആവാൻ തുടങ്ങി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.